ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ വിശ്വസ്തർക്കെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ചീഫ് ജസ്റ്റിസും സെൻട്രൽ ബാങ്ക് ഗവർണറും രാജിവെച്ചു. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കെതിരായ ക്രിമിനൽ കേസുകളിൽ ഇടക്കാല സർക്കാർ പിൻവലിക്കേണ്ടി വന്നു. നോബൽ ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റ് ഒരു ദിവസം മാത്രം പിന്നിടുമ്പോഴാണ് വീണ്ടും വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത്. ഒരു രാജ്യം ഇസ്ലാമിക ഭരണത്തിന് കീഴിലായാൽ എങ്ങനെയായിരിക്കും എന്നതിന്റെ ഉദാത്തമായ മാതൃകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ്. കോടതി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചർച്ച ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് ഹുസൈൻ ഫുൾകോർട്ട് റഫറൻസ് വിളിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാർ സുപ്രീം കോടതി വളഞ്ഞത്. ചീഫ് ജസ്റ്റിസും മുഴുവൻ ജഡ്ജിമാരും രാജിവെക്കണം എന്നായിരുന്നു ആവശ്യം. രാജിക്കുള്ള കാലാവധി 1 മണിക്കൂറാണ് ഇവർ നൽകിയ അന്ത്യശാസനം. ഇസ്ലാമിക